ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 1 തുടരുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അലാമത്തുൽ ഇറാബ്, ഇറാബിൻ്റെ അടയാളങ്ങൾ അഥവാ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്തുകൾ. അൽ അസ്ലിയത്തു, അത് അസ്ലിയത്താകാം. വൽ ഫറഇയ്യത്തു, അത് ഫറഇയ്യത്താകാം. അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ളത്, അഥവാ അത് ലമ്മത്ത്, ഫതഹത്ത്, കസറത്ത്, ഇതാണല്ലോ അസ്ലിയത്ത്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ട്. ഫറഇയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ലമ്മത്തായിരിക്കൂല, കസറത്തായിരിക്കൂല, ഫതഹത്തായിരിക്കൂല. ബാറക്കല്ലാഹു ഫീക്കും. ഇത് നമ്മൾ ബുക്ക് 1 ബുക്ക് 2 കുറച്ച് പഠിച്ചിന്. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കും. ഇനി വരുന്ന പാഠങ്ങളിൽ കുറച്ചും കൂടി എല്ലാം വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ ഉദാഹരണങ്ങളോടെ ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പോൾ അലാമത്തുൽ ഇറാബിൽ അസ്ലിയത്ത് ഫിൽ ഇസ്ം, ഇസ്മിലെ അസ്ലിയത്തായ ഇറാബിൻ്റെ അടയാളങ്ങൾ. അതേതൊക്കെ? അസ്ലിയത്ത് അടിസ്ഥാനപരമായിട്ട് ഏതാ? അല്ലമ്മത്തു വഹിയ അലാമത്തുർ റഫ്ഇ, അലാമത്തുർ റഫ്, റഫിൻ്റെ അടയാളം ലമ്മത്താണ്. നമുക്കറിയാലോ റഫിൻ്റെ അടയാളം ലമ്മത്താണ്. അൽ ഫതഹത്തു വഹിയ അലാമത്തുൻ നസ്ബി, നസ്ബിൻ്റെ അടയാളം ഫതഹത്താണ്. അപ്പം മർഫു ആണെങ്കിൽ അത് ലമ്മത്താണ്, അതാണ് റഫിൻ്റെ അടയാളം. മൻസൂബാണെങ്കിൽ അത് ഫതഹത്താണ്, അതാണ് നസ്ബിൻ്റെ അടയാളം. അൽ കസ്റത്തു വഹിയ അലാമത്തുൽ ജർറി, ജറിൻ്റെ അടയാളം കസ്റത്താണ്. അപ്പോൾ മജ്റൂർ നമ്മൾ ബാറക്കല്ലാഹു ഫീക്കും നല്ലോണം പഠിച്ചതാണ്. ലമ്മത്തും ഫതഹത്തും കസ്റത്തും, മർഫൂവും മൻസൂബും മജ്റൂർ. ഇനി അടുത്തത് വഹുനാക അലാമത്തു നുഖ്റ, ഇനി മറ്റൊരു അടയാളങ്ങളുണ്ട്. ഫറഇയ്യത്തുന, ഫറഇയ്യത്താണ്. വഹിയ ഫിൽ അൻവായിൽ ആത്തിയത്തി മിനൽ അസ്മ, അത് താഴെ കൊടുത്ത ഇസ്മുകളുടെ ഇനങ്ങളാണ്. അപ്പോൾ എവിടെയൊക്കെ ഫറഇയ്യത്ത് വരാം? അതായത് ലമ്മത്ത് വരുമ്പോൾ മറ്റേ മർഫു ആകുമ്പോൾ അതിൻ്റെ അടയാളം ലമ്മത്തായിരിക്കൂല, മൻസൂബാകുമ്പം അതിൻ്റെ അടയാളം ഫതഹത്തായിരിക്കൂല, മജ്റൂർ ആകുമ്പം അതിൻ്റെ അടയാളം കസറത്തായിരിക്കൂല. ഇതാണ് 2ാം തരം അടയാളങ്ങൾ. ഫറഇയ്യത്ത്, അവസാനത്തെ അക്ഷരത്തിന്, കലിമയുടെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് വരുന്ന അടയാളങ്ങളെ ഫറഇയ്യത്ത് എന്ന് പറയുമ്പം അത് അടിസ്ഥാനപരമായിട്ടുള്ള അടയാളങ്ങളായിരിക്കൂല, ലമ്മത്തും ഫതഹത്തും കസറത്തും ആയിരിക്കൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തത് ജമ്മുൽ മുഅന്നസ് സാലിം. നമുക്കറിയുന്നൊരു ഉദാഹരണം നമ്മൾ ബുക്ക് 2 പഠിച്ച ജമ്മു മുഅന്നസ് സാലിം, സ്ത്രീലിംഗം ബഹുവചനം. അതേതാ? അസ്സമാവാത്തു, ആകാശങ്ങൾ. അസ്സമാവാത്തു, ആകാശങ്ങൾ. അസ്സമാ, ആകാശത്തിൻ്റെ ബഹുവചനാണ് അസ്സമാവാത്തു, ആകാശങ്ങൾ. അപ്പോൾ ഇവിടെ പറയാണ് അലാമത്തു നസ്ബ് ഫീഹി അൽ കസ്റ, ഇവിടെ നസ്ബിൻ്റെ അടയാളം കസ്റത്താണ്, ഫതഹത്തല്ല. അപ്പോൾ ജമ്മു മുഅന്നസ് സാലിമിൻ്റെ നസ്ബിൻ്റെ അടയാളം അത് മൻസൂബാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അടയാളം എന്താ? ഫതഹത്തല്ല. അസ്ലിയത്ത് ഫതഹത്താണ്, പക്ഷേ ഇവിടെ ഫതഹത്ത് വരില്ല, ഇവിടെ കസ്റത്താ വരാം. നഹ്വ, ഉദാഹരണം ഖലഖല്ലാഹു, അള്ളാഹു സൃഷ്ടിച്ചു, അസ്സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും. അപ്പോൾ ഖലഖ ഫീല്, അള്ളാഹു ഇസ്മുൽ ജലാല ഫായിൽ, അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനെ? അപ്പോൾ മഫൂലും ബിഹിയാണ്. അപ്പോൾ ആ സമാവാത്താന്നാ വരണ്ടേ, പക്ഷേ ഇത് ജമ്മു മുഅന്നസ് സാലിമാണ്. ജമ്മു മുഅന്നസ് സാലിമ് വരുമ്പം ഫതഹത്തല്ല വരാ, അസ്സമാവാത്തി, കസ്റത്ത വരാ. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് നോക്കൂ, വൽ അർള, ഭൂമിയും. അപ്പോൾ അർള എന്താണ്? ജമ്മു മുഅന്നസ് സാലിമല്ല, അപ്പോൾ അത് മഫൂലും ബിഹി മൻസൂബായിട്ട് തന്നെ കിടക്കും, ഫതഹത്ത് അസ്ലിയത്തായിട്ട് തന്നെ. അപ്പോൾ ഇവിടെ സമാവാത്തി ഫറഇയ്യത്താണ്, വൽ അർള അസ്ലിയത്താണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ജമ്മു മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിമിൽ ഫതഹത്ത് വരേണ്ടടുത്ത് കസ്റത്ത വരാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് ഫറഇയ്യത്താവും. ഇനി അടുത്ത് നോക്കൂ, അൽ മംനൂ മിനസ് സർഫി, ഇത് നമ്മൾ ബുക്ക് 2 പഠിച്ചതാണ്.
അപ്പോൾ പിന്നെ തൻവീൻ ഇല്ലാത്ത ഇസ്മുകളാണ് അൽ മംനൂ മിനസ് സർഫി. അത് സർഫ് ചെയ്യൂല, അതായത് ലമ്മത്തുണ്ടാവും, ഫതഹത്തുണ്ടാവും. പക്ഷെ കസ്രത്തിൻ്റെ അടുത്ത് എന്താ ഉണ്ടാകുക? ഫതഹ തന്നെ. കസ്രത്ത് വരേണ്ട അടുത്ത് കസ്ര വരൂല, ഫതഹ വരാം. ഇതാണ് മംനൂ മിനസ് സർഫ്. അലാമത്തുൽ ജർറി ഫീഹി അൽ ഫതഹത്ത്. ജറിൻ്റെ അടയാളം ഇവിടെ ഫതഹത്തായിരിക്കും. മംനൂ മിനസ് സർഫിൽ ജറിൻ്റെ അടയാളം ഫതഹത്തായിരിക്കും. നഹ്വ, ഉദാഹരണം, ഇദ്ഹബ്, നീ പോവുക, ഇലാ ഫിർഔന, ഫിർഔൻ്റെ അടുത്തേക്ക്. ഇലാ ഫിർഔനി എന്നല്ല, കസ്രത്തല്ല വന്ന്. കസ്രത്താണ് അസ്ലിയത്ത്. പക്ഷെ ഇവിടെ എന്താ വരാ? ഫർഇയ്യത്ത്. കസ്രത്ത് വരുന്നിടത്ത് ഫതഹത്താ വരാ. അപ്പോൾ ഇലാ ഫിർഔന. കാരണം എന്താ? ഇത് മംനൂ മിനസ് സർഫാണ്, തൻവീൻ ഇല്ലാത്ത ഇസ്മാണ്. അത് രണ്ടാമത്തെ ടൈപ്പ്. ഇനി മൂന്നാമത്തെ ഇനം അൽ അസ്മാഉൽ ഖംസ. അസ്മാഉൽ ഖംസ, 5 പേരുകൾ. അറബി ഗ്രാമറിൽ അൽ അസ്മാഉൽ ഖംസ 5 പേരുകൾ എന്ന് പറഞ്ഞാൽ ഏതാ? അബുൻ, പിതാവ്, അഹുൻ, സഹോദരൻ, ഹമുൻ, അളിയൻ, ഫമുൻ, വായ, ദു, ഉള്ളെന്ന് പറയാം. ഇതാണ് അസ്മാഉൽ ഖംസ. ഇതിൽ അബുനും ഹഹുനും നമ്മൾ ബുക്ക് 2 കുറേ പഠിച്ചതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അബുൻ അങ്ങനെ എഴുതാം. പക്ഷെ അബൂക്ക എന്ന് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാ ചേർക്കണം. അപ്പോൾ നിൻ്റെ ഉപ്പ. അതേപോലെ അഹൂക്ക, നിൻ്റെ സഹോദരൻ. ഹമൂക്ക, നിൻ്റെ അളിയൻ. ഫൂക്ക, ഈ ഫമുൻ, വായ എന്നുള്ളത് ഫമുന്ന് മീമ് ചേർത്തിട്ടും എഴുതാം, മീമ് ചേർക്കാണ്ടും എഴുതാം. അപ്പോൾ മീമ് ചേർക്കാണ്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഫൂക്ക, മീമില്ല. ആ മീം ഉണ്ടായിട്ടും എഴുതാം, മീം ഇല്ലാണ്ടും എഴുതാം. പിന്നെ ദു, ഉള്ള എന്നുള്ള അർത്ഥം, ഉള്ള, ദു. ദുൽ മാലി, ധനമുള്ള. ദുൽ അക്കലി, ബുദ്ധിയുള്ള. നമ്മൾ ബുക്ക് 2 പഠിച്ചതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഇനത്തിൽ, ഈ മൂന്നാമത്തെ ഇനത്തിൽ അസ്മാഉൽ ഖംസ 5 ഇസ്മുകൾ. കുല്ലുൽ അലാമാത്തി ഫീഹാ ഫർഇയ്യത്തുൻ. ഇതിൻ്റെ എല്ലാ അടയാളങ്ങളും ഫർഇയ്യത്താണ്. ഇതിന് അസ്ലിയത്ത് എല്ലാ അടയാളങ്ങളും എന്താണ്? ഫർഇയ്യത്താണ്. അപ്പോൾ എന്താണ്? അലാമത്തുർ റഫ് വാവാണ്. അലാമത്തുർ റഫ്ഇ അൽ വാവ്. അപ്പോൾ റഫിൻ്റെ അടയാളം എന്താ? വാവാണ്, ലമ്മത്തല്ല. ലമ്മത്താണ് അസ്ലിയത്ത്. അപ്പോൾ ഇവിടെ ഈ 5 പേരുകളിൽ ലമ്മത്തല്ല, പിന്നെയോ അസ്ലിയത്താണ്. അപ്പോൾ വാവ ഇടാം. ഉദാഹരണം, അജാ അബൂക്ക, നിൻ്റെ ഉപ്പ വന്നോ. അപ്പോൾ ഇവിടെ എന്താണ്? വാവാണ് ഇടേണ്ടത്. അബൂക്ക, വാവ്. വാവാണ് ലമ്മത്തിൻ്റെ അടയാളം. അപ്പോൾ ഇവിടെ അബു ഫായിലാണ്. അപ്പോൾ ഫായിൽ മർഫൂ ആണ്. മർഫൂ അസ്ലിയ അടയാളം ലമ്മത്താണ്. പക്ഷേ ഇത് അബു എന്നുള്ള 5 ഇസ്മുകളിൽ വരുന്നതായതുകൊണ്ട് ലമ്മത്തല്ല വരാ, വാവ വരാ, അബൂക്ക. ഇനി ഇതിൻ്റെ അലാമത്തു നസ്ബ്. നസ്ബിൻ്റെ അടയാളം എന്താ? അൽ അലിഫാണ്, ഫതഹല്ല. നസ്ബിൻ്റെ അടയാളം അൽ അലിഫാണ്. അതുകൊണ്ട് ഇത് ഫർഇയ്യത്താണ്. നഹു, ഉദാഹരണം, ആരിഫു അബാക്ക. ആരിഫു, എനിക്കറിയാം. അബാക്ക, നിൻ്റെ ഉപ്പയെ. എനിക്കറിയാം ആരെ? അബാക്ക, നിൻ്റെ ഉപ്പയെ. അപ്പോൾ മഫൂലും ബിഹി മൻസൂബ്. മൻസൂബിൻ്റെ അടയാളം അസ്ലിയത്ത് ഫതഹത്താണ്. പക്ഷെ ഇവിടെ ഈ 5 പേരുകൾ എന്താ വരാ? അലിഫ വരാ. അപ്പോൾ അബാക്ക, ബാക്ക് ശേഷം നീട്ടി അലിഫ് ഇടണം, ഫതഹല്ല. അലാമത്തുൽ ജർറി അൽ യാവ്. ഇനി ജറിൻ്റെ അടയാളം എന്താ? കസറല്ല, പിന്നെയോ അൽ യാ ആണ്. യാ ആണ് ജറിൻ്റെ അടയാളം. നഹു, ഉദാഹരണം, ഐന സയ്യാറത്തു അബീക്ക, നിൻ്റെ ഉപ്പയുടെ കാർ എവിടെ. അപ്പോൾ സയ്യാറത്തു മുലാഫ്, അബി മുലാഫിലെ മജ്റൂർ. അപ്പോൾ യാ എഴുതണം. മജ്റൂറാകുമ്പോൾ ഈ 5 പേരുകളിൽ അബുൻ, അഹുൻ. അപ്പോൾ അഹീക്ക, മനസ്സിലായില്ലേ? ഹമീക്ക, ഫീക്ക എന്ന് എന്ന് യാ എഴുതണം. ബാറക്കല്ലാഹു ഫീക്കും. മൻസൂബാണെങ്കിൽ അലിഫ്. അബാക്ക, അഹാക്ക, ഹമാക്ക, ഫാക്ക, പിന്നെ ദാ. ബാറക്കല്ലാഹു ഫീക്കും.
ഇനി അടുത്ത നോക്കൂ, ലീ അഹുൻ. അപ്പോൾ അവിടെ ലമ്മത്ത് വന്നു, ലീ അഹുൻ, എനിക്കൊരു സഹോദരനുണ്ട്. സഅൽതു, ഞാൻ ചോദിച്ചു, അഹൻ, സഹോദരനോട്, അവിടെ ഫതഹത്ത് വന്നു. അന്ത ക അഹിൻ, നീ സഹോദരനെ പോലെയാണ്. കാ നമുക്കറിയാം പോലെ എന്നുള്ള അർത്ഥം. കാ വന്നതിന് ശേഷം മജ്റൂറാണ്. അന്ത ക അഹിൻ, നീ സഹോദരനെ പോലെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ആ ലമീർ ചേർത്തിട്ടില്ലാണ്ട് ആ ഇസ്മ മാത്രം വരികയാണെങ്കിൽ ഇങ്ങനെ ലമ്മത്ത് ഫതഹത്ത് കസ്റത്ത് വരും. അഹുൻ, അഹൻ, അഹിൻ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ജമ്മു മുദക്കർ സാലിം. ഇനി പുല്ലിംഗത്തിൻ്റെ ജമ്മ് സാലിം. നമ്മൾ മുഅന്നസ് പഠിച്ചു, അസ്സമാവാത്തു, അത് കസ്റ ആക ഫതഹത്തിൻ്റെ ഫതഹ് വരേണ്ടടുത്ത് കസ്റ ആകാൻ നമ്മൾ പഠിച്ചു. ഇനി പുല്ലിംഗം നോക്കാം, ജമ്മുൽ മുദക്കുർ സാലിം. അതിൻ്റെത് ഫർഇയ്യത്താണ്. അതിൻ്റെ അലാമത്തു റഫ് എന്താ? അൽ വാവാണ്. അപ്പോൾ ഫർഇയ്യത്ത്, ലമ്മത്തല്ല, വാവാണ്. ഉദാഹരണം, ദഖലൽ മുദർരിസൂന, അധ്യാപകർ പ്രവേശിച്ചു. അപ്പോൾ ഇവിടെ അലാമത്തു റഫ് മുദർരിസൂനനെ വാവാണ്, ലമ്മത്ത് അല്ല ഇതിൻ്റെ അടയാളം. മുദർരിസുൻ അവിടെ ലമ്മത്താണ്, ഏകവചനം വന്നപ്പോൾ മുദർരിസുൻ. അത് ബഹുവചനായപ്പം ജമ്മു മുദക്കർ സാലിമായപ്പം അൽ മുദർരിസൂന, വാവായി ലമ്മത്തിൻ്റെ അടയാളം. ഓക്കെ, റഫിൻ്റെ അടയാളം വാവാണ്, ലമ്മത്തല്ല. ഇനി അലാമത്തു നസ്ബ് എന്താ? നസ്ബിൻ്റെ അടയാളം എന്താ? അൽ യാ ആണ്, ഫതഹല്ല, യാ ആണ്. അപ്പോൾ മൻസൂബാകുമ്പം യാ ആണ് വരാം. നഹ്വു, ഉദാഹരണം, സഅൽതു, ഞാൻ ചോദിച്ചു, അൽ മുദർരിസീന, അധ്യാപകരോട്. സഅല ഫീൽ തൂഫായ്, ഞാൻ ചോദിച്ചു, ആരോട്? അപ്പോൾ മഫൂലും ബിഹി മൻസൂബ് അസ്ലിയത്ത് ഫതഹത്താണ്. പക്ഷെ ഇവിടെ ജമ്മു മുദക്കർ സാലിമായതുകൊണ്ട് അത് യാ ആയിരിക്കും. അപ്പോൾ സഅൽതുൽ മുദർരിസീന എന്നാ വരാം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അലാമത്തുൽ ജറിൽ യാ, ജറിൻ്റെ അടയാളം എന്താ? കസറല്ല, അസ്ലിയത്ത് കസറാണ്, അതല്ല ഇവിടെ അടയാളം. ജമ്മു മുസക്കിർ സാലിം വരുമ്പം ജറിൻ്റെ അടയാളം യാ ആണ്. ഇത് അസ്മാഉൽ ഹംസ പോലെ തന്നെ. അസ്മാഉൽ ഹംസയിൽ നമുക്കറിയാം അലാമത്തു റഫ് വാവാണ്, അഹുൻ്റെ. അലാമത്തുൽ നസ്ബ് യാ ആണ്. അലാമത്തുൽ ജർ അല്ല, മറ്റേ അസ്മാഉൽ ഹംസയിൽ അലാമത്തുൽ നസ്ബ് അലിഫാണ്. പക്ഷെ ഇവിടെ അലാമത്തുൽ നസ്ബ് യാ ആണ്. ഇവിടെ അലാമത്തുൽ ജർ യാ ആണ്. അസ്മാഉൽ ഹംസയിലും അലാമത്തുൽ ജർ യാ ആണ്. അപ്പോൾ അത് മനപ്പാടാക്കിയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ അലാമത്തുൽ ജർ യാ ആണ്. ഉദാഹരണം, ഹാദിഹി ഗുർഫത്തുൽ മുദർരിസീന, ഇത് അധ്യാപകരുടെ മുറിയാണ്. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, ഗുർഫത്തു ഖബറുൻ മർഫൂൻ വഹുവ മുദാഫ്, അൽ മുദർരിസീന മുദാഫിലെ മജ്റൂർ. മജ്റൂർ അലാമത്തുൽ ജർ യാ, കസറല്ല, അൽ മുദർരിസീന. ഇതാണ് ജമ്മ് മുദക്കിർ സാലിം. അതിന് അലാമത്തുൽ റഫ് വാവാണ്, അലാമത്തുൽ നസ്ബ് യാ ആണ്, അലാമത്തുൽ ജറും യാ ആണ്. ഇനി അസ്മാഉൽ ഹംസയിലോ അലാമത്തുൽ റഫ് വാവാണ്, അലാമത്തുൽ നസ്ബ് അലിഫാണ്, അലാമത്തുൽ ജർ യാ ആണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി മുസന്ന, അൽ മുസന്ന ദ്വിവചനം, അതിൻ്റെത് ഫർഇയ്യത്ത് നോക്കാം. അലാമത്തുൽ റഫ് അലിഫാണ്. ഇവിടെ അലാമത്തുൽ റഫ് എന്തായി? അലിഫാണ് മുസന്നയിൽ. നഹു, ഉദാഹരണം, ഗാബ താലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ വന്നില്ല, ആബ്സെൻ്റ് ആണ്. ഗാബ എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആണ്. മകളെ താലിബുനാണ് ഏകവചനം, ത്വാലിബാനി ബഹുവചനം. ആനി എന്നാക്കിയിട്ട് ബഹുവചനം വരാം. ആ ആനിൻ്റെ അലിഫാണ് അലാമത്തുർ റഫ്, ലമ്മത്തല്ല, ലമ്മത്താണ് അടിസ്ഥാനം അസ്ലിയത്ത്. ഇവിടെ ഫർഇയ്യത്താണ്. ദ്വിവചനം വരുമ്പം ത്വാലിബാനി, നമ്മൾ കുറേ ബുക്കിൽ പഠിച്ചതാണ്, കിതാബാനി. ആ അലിഫാണ് അലാമത്തുർ റഫ്, ഇവിടെ ലമ്മത്തല്ല. അലാമത്തുൻ നസ്ബ് എന്താ? അൽ യാ, അലാമത്തുൻ നസ്ബ് ഇവിടെ യാ ആണ്. നഹ്വ്, ഉദാഹരണം, ത്വാലിബുൽ മുദീരി, ത്വലബൽ മുദീറു ത്വാലിബൈനി, മുദീർ ആവശ്യപ്പെട്ടു രണ്ട് വിദ്യാർത്ഥികളോട്.
അപ്പോൾ ത്വാലിബൈനി ഇത് മൻസൂബാണ്, മഫ്ഊലുൻ ബിഹി മൻസൂബ്. അപ്പോൾ മൻസൂബായപ്പോൾ എന്തായി? അലാമത്തുൻ നസ്ബ് എന്താണ്? യാ ആണ്. ത്വാലിബൈനി ഫതഹത്തല്ല, ഫർഇയത്താണ്. ത്വാലിബൈനി അസ്ലിയത്തല്ല. ഇനി അലാമത്തുൽ ജർ എന്താ? അൽ യാ ഉ. നഹ്വു ഉദാഹരണം, ഹാദിഹിൽ ഗുർഫത്തി ഈ റൂം, ലി ത്വാലിബൈനി രണ്ട് വിദ്യാർത്ഥികളുടേതാണ്. അപ്പോൾ അലാമത്ത് ജറു എന്താണ്? യാ ആണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് മനപ്പാടാക്കണം ഈ അടയാളങ്ങൾ. ബുക്ക് 2ഉം ബുക്ക് 1 പഠിച്ചവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിലാകാൻ. പക്ഷെ മനപ്പാടാക്കേണ്ടതുണ്ട്. നമ്മൾ അടയാളങ്ങൾ മനപ്പാടാക്കേണ്ടതുണ്ട്. അത് സമയമെടുത്ത് എഴുതി പഠിച്ചിട്ട് മനപ്പാടാക്കിയാൽ ഇൻഷാ അല്ലാഹ് എളുപ്പമാകും. ബാറക്കല്ലാഹു ഫീക്കും.